നീറ്റിനായി ഇനി 45 ദിവസമേ ഉള്ളൂ. ഇതുവരെ ഉണ്ടായ കോമ്പറ്റീഷൻ അല്ല ഇപ്പൊ നീറ്റിന് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. എക്സാമിന്റെ 1 വീക്ക് ബിഫോർ ഒക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ചിലപ്പോൾ ഫാൾട്ടി ആയിട്ടുള്ള പെൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവന് കിട്ടിയ പെൻ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവൻ കുറച്ച് എഴുതിയപ്പോഴേക്കും അത് വർക്കിംഗ് അല്ലാണ്ടായി. ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ആകെ ചെയ്യാനുള്ളത്. ഹലോ, എൻ്റെ പേര് ഫാദി ബിൻ കരീം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ ആണ്. നീറ്റിനായി ഇനി 45 ദിവസമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാ നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസിനും വളരെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ഒരു ടൈം പീരീഡാണ്. അതെന്തായാലും നോർമലാണ്. കാരണം നിങ്ങൾ ഇത്രയും ടൈം നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു വർഷത്തോളം ഇത്രയും ഫുൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇത് മാത്രം ഫോക്കസ് ചെയ്ത് കുറേ പഠിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിനെ പറ്റി നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നീറ്റ് റാങ്ക്സിനെ വളരെയധികം ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് ടെൻഷൻ. പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് ഈ പ്രിപ്പറേഷൻ ടൈമിൽ ഉണ്ടാകുന്ന ഈ ടെൻഷൻ. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സംഭവങ്ങളൊക്കെ ലാസ്റ്റ് ടൈമിൽ നല്ലോണം റിവൈസ് ചെയ്ത് എല്ലാം സെറ്റാക്കേണ്ട ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ഈ ടൈമിൽ ടെൻഷൻ കാരണം ഇതുവരെ പഠിച്ചതൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഞങ്ങളെ ഹോസ്റ്റലിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ നല്ലോണം പ്രിപ്പയർ ചെയ്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ലാസ്റ്റ് ടെൻഷൻ കാരണം നല്ലോണം പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ നല്ല റാങ്ക് കിട്ടേണ്ട ആൾക്കാരാണ്. കാരണം അത്രയും ഐഡിയ ഉണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ടെൻഷനും സ്ട്രെസ്സും കാരണമാണ്. നമ്മളിപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് ഇതിന് അനുസരിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് പാരൻസും നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും നമുക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റേഷൻ കാരണമാണ് ഇത്രയും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ 10th നമ്മൾ ആദ്യം ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് എക്സാമിൻ്റെ ടൈം പീരീഡിൽ ടേണിംഗ് പോയിന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെൻഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിലും കുറച്ചുകൂടി അധികം +2 എത്തിയപ്പോൾ ഉണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ എത്ര അധികമായിരിക്കും നീറ്റ് ചെയ്തും ഉണ്ടാവുക. കാരണം ഓരോ ടൈം പീരീഡിലും നമ്മളെ കോമ്പറ്റീഷൻ കൂടുകയാണ്. ഇതുവരെ ഉണ്ടായ കോമ്പറ്റീഷൻ അല്ല ഇപ്പോൾ നീറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. എല്ലാവരും പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം 10th എല്ലാവരും പറയില്ലേ, പഠിക്കുന്നവർ എവിടെ പോയാലും പഠിക്കും, അതുകൊണ്ട് +1 ഒക്കെ എങ്ങനെ എടുക്കാമെന്ന്. പക്ഷേ നീറ്റിൽ അങ്ങനെയല്ല, എല്ലാവരും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എവിടുന്ന് എങ്ങനെ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ നല്ലോണം ഡിറ്റർമൈൻ ചെയ്യും. ടെൻഷനിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് നീറ്റ് എക്സാം എഴുതുന്ന ടൈമിലുള്ള ടെൻഷനാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചവർ പറഞ്ഞ എക്സ്പീരിയൻസ് തന്നെ നീറ്റ് എക്സാമിൻ്റെ ടൈമിൽ വളരെയധികം ടെൻഷൻ കാരണം OMR റോങ് ആയിട്ട് മാർക്ക് ചെയ്ത് പോവുക, OMR വെള്ളം മറിഞ്ഞ് വീണ് പോവുക, പിന്നെ കൈയൊക്കെ വരച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോവുക. അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് ഞാൻ എക്സാമിൻ്റെ 1 വീക്ക് ബിഫോർ ഒക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഇതുവരെ ഞാനിങ്ങനെ നമ്മളെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലത്തെ ടെൻഷനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം 10th 12th എന്താ ഒരു റിസൾട്ടിനെ പറ്റി ഒരു ആശങ്ക ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. പക്ഷെ ടെൻഷനായിട്ട് ഉണ്ടാവില്ല. കാരണം നമ്മളെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പം നീറ്റിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ടെൻഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു 1 വീക്ക് ബിഫോർ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ എന്തായാലും എങ്ങനെ ടെൻഷൻ മാനേജ് ചെയ്യണമെന്ന് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഓപ്റ്റ് ചെയ്ത പ്രൊഫഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു എമർജൻസി സിറ്റുവേഷനിലും എത്ര ടെൻഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആയാലും അതൊക്കെ മറികടന്ന് മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ്. ഈ ടെൻഷനൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് നീറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. 1 മിനിറ്റിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം നീറ്റിൽ. പക്ഷെ നമ്മൾ പ്രൊഫഷനിലേക്ക് കയറി കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരാളെ ജീവൻ രക്ഷിക്കേണ്ട കേസസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ആ ഒരു കുറഞ്ഞ ടൈം കൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് അത് അവർക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ കഴിവുകൾ കൂടിയാണ് നീറ്റ് കൊണ്ട് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീറ്റ് എക്സാം പോലുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാമിലത്തെ ടെൻഷൻ പോലും മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഭാവിയിൽ ഇത്രയും വലിയ പ്രൊഫഷൻ്റെ ടെൻഷൻസ് ഒക്കെ മാനേജ് ചെയ്യുക. അപ്പോൾ നീറ്റ് എക്സാം പോലുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാമിൻ്റെ ടെൻഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന നമ്മൾ പ്രൊഫഷനിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ടെൻഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ടെൻഷനൊന്നും അത്ര വലിയ ടെൻഷനൊന്നും അല്ല നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത്തരം ടെൻഷനുകളെയും ഈ സ്ട്രെസ്സിനൊക്കെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഏറ്റവും നല്ലത് നിങ്ങൾ പാരൻസിനോട് സംസാരിക്കുന്നതായിരിക്കും. കാരണം എത്ര ടെൻഷനായാലും സ്ട്രെസ് ആയാലും അവരോട് എല്ലാം പറഞ്ഞു തീരുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഓക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഈ ടെൻഷൻ ഉണ്ടാകുന്ന തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ലൈഫ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഈ നീറ്റും ഇതൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമുക്കിപ്പോൾ ആകെ ചെയ്യാനുള്ളത് നമുക്ക് പഠിക്കുക എന്നുള്ളത്. നമുക്ക് അത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ നീറ്റിന് ഏത് ക്വസ്റ്റ്യൻ വരിക അതൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് ടൈം ടേബിൾ സെറ്റാക്കിയതിന് ശേഷം അത് നല്ലോണം ഫോളോ ചെയ്യുക. അതിലധികം ചിന്തിക്കാതിരിക്കുക. പിന്നെ വേറെയുള്ളവരുമായിട്ട് കമ്പാരിസൺ ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പം ഒരു എത്രയോ പഠിച്ചിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അതെല്ലാം കൂടി നീറ്റിന് ചോദിക്കണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ നീറ്റിന് തന്നെ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്നായിരിക്കും വരിക. അപ്പോൾ പ്രതീക്ഷയൊന്നും ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. നമുക്ക് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല, അത് വിചാരിച്ച് നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇപ്പോൾ നീറ്റിൻ്റെ തലേന്നായിട്ടും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല, ഇനിയിപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലോ. ഇപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക മാക്സിമം.
അപ്പോൾ അതൊന്നും ആലോചിച്ച് നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളെ എക്സ്പീരിയൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 10th കഴിഞ്ഞ് 12th കഴിഞ്ഞ് അപ്പോൾ ആ എക്സാംസ് ഒക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നീറ്റ് വെച്ച് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ നീറ്റും ഇനി അങ്ങോട്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി MBBS ലൈഫിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നീറ്റു അത്രയ്ക്ക് ഓവർ തിങ്ക് ചെയ്ത് അത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇനിയും മാർക്കൊക്കെ വാങ്ങായിരുന്നു, ഇനിയും നല്ലോണം പ്രിപ്പയർ ചെയ്യായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും റിഗ്രറ്റ് അടിക്കാതെ ഇപ്പം തന്നെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഇപ്പം നമ്മളൊക്കെ എത്ര ആണോ ചെയ്യാൻ പറ്റുക അതാദ്യം ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ ഫൈനൽ വീക്ക് നീറ്റ് എക്സാം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വീക്കിൽ അത്യാവശ്യം ടെൻഷനൊക്കെ ഉള്ള ടൈമിൽ ഞാനൊരു റേസിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെന്നിൽ ഇങ്ക് തീർന്നു പോയ ഒരാൾ, അതായത് നമുക്ക് പെന്ന് നീറ്റ് എക്സാമിൻ്റെ അവിടുന്ന് തരിക ചെയ്യാം. അപ്പം ആ പെന്ന് ചിലപ്പോൾ ഫാൾട്ടി ആയിട്ടുള്ള പെൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന് കിട്ടിയ പെന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവൻ കുറച്ച് എഴുതിയപ്പോഴേക്കും അത് വർക്കിംഗ് അല്ലാണ്ടായി. പിന്നെ ലാസ്റ്റ് അവൻ നീറ്റ് എഴുതി കഴിഞ്ഞ ഒരാളെ പെന്നൊക്കെ വാങ്ങി കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കപ്പാസിറ്റി ആയിരിക്കണം. അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ സിറ്റുവേഷൻസ് അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം പഠിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് പറ്റാണ്ടാവുന്ന സിറ്റുവേഷൻസ് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കൂൾ ഓഫ് ചെയ്യുക, കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിക്കുക, വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കുക, പിന്നെ ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുക. അവർ പറഞ്ഞു തരും, അവർക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം അറിയാം, നിങ്ങളെ പെർഫോമൻസ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയണ്ടാവും. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ വാർഡൻ ഞങ്ങളെ മുകളിലോട്ട് വിളിച്ചു, ഒരു ഹാളിലേക്ക് വിളിച്ച് ആദിൽ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ ഒരു ഓഡിയോ സ്പീക്കറിലൂടെ പ്ലേ ചെയ്തു. അപ്പം അന്നേരം ഞങ്ങൾ വളരെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം സാറിൻ്റെ ഒരു മെസ്സേജൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വളരെ കൂൾ ഓഫ് ആയി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പാരൻസും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പൊക്കെ നല്ലോണം സീക്ക് ചെയ്യാം. ഈ ഒരു ഫേസിൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ചെയ്യുക, നല്ലോണം പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതും നിങ്ങളുടെ എഫേർട്ടും ഹാർഡ് വർക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ ഇനിയുള്ള എഫേർട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും നല്ല കോളേജിലേക്ക് എത്തിക്കാനുള്ളത് ഇപ്പോൾ ചെയ്യുന്ന എഫേർട്ടായിരിക്കും. അപ്പോൾ ഇനി തീരെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ടെൻഷനൊന്നും തീരെ അടിക്കേണ്ട കാര്യമല്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.